സി എസ് ഡിന്നി ഇവിടെ ഏറ്റവും ഒടുവിൽ അലി ഷത്മാനി എന്ന് പറയുന്ന ക്യാമ്നയുടെ വിശ്വസ്തനായ സൈനിക കമാൻഡറെ കൊല്ലാൻ കഴിയുന്നു ഇസ്രായേലിന്. അവരുടെ എണ്ണം പറഞ്ഞ ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലാൻ കഴിയുന്നു ഇസ്രായേലിന്. അവരുടെ സൈനിക നേതൃത്വത്തെ കൊല്ലാൻ കഴിയുന്നു ഇസ്രായേലിന്. ഒരുപക്ഷെ കാംനയെ വരെ കൊല്ലാൻ കഴിഞ്ഞേക്കാം ഇസ്രായേലിന്. കാംനയെ കൊല്ലണോ എന്നതിൽ ചർച്ച നടക്കുകയാണെന്നാണ് അറിയുന്നത്. സി എസ് ഡിന്നി പക്ഷേ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നവണ്ണം തിരിച്ചടിക്കുന്നുണ്ട്. ഈ പറയുന്ന അയൺ ഡോമും ഈ പറയുന്ന ഡേവിഡ് സ്ലിംഗ്തിയും ഈ പറയുന്ന താഡ് സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ ടെല്ലവീവിലേക്ക് മിസൈലുകൾ ഇന്നും വീണു, ഹൈഫയിൽ വീണു. മൊസാദിൻ്റെ ഒരു പ്രധാന കേന്ദ്രം നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ ഈ പറയുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അഥവാ യുദ്ധത്തിലേക്കാണ് പോക്കെങ്കിൽ അത് ഏകപക്ഷീയമാവില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാവുന്നില്ലേ സി എസ് ഡിനി? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എന്തായാലും പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇറാനും ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ആർമി തന്നെയാണ്. അവരുടെ സൈന്യം അങ്ങനത്തെ ഒരു സൈന്യം തന്നെയാണ്. അല്ലാതെ ഒരു പുഷ് ഓവർ എന്നുള്ള രീതിയിൽ ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ധാരാളം അവർക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. അവർക്ക് US-ന്റെ ബാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് ഇറാൻ്റെ കയ്യിൽ അവർക്ക് 3 ഓപ്ഷൻസ് ആണ് ശ്രീ ഹാഷ്മി ഉള്ളത്. ഒന്ന്, അവരുടെ സകല ശക്തിയും ഉപയോഗിച്ച് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ള രീതിയിലേക്ക്, അതായത് അവരുടെ എല്ലാ മൈറ്റും ഉപയോഗിച്ചിട്ട് അവർ ഇസ്രായേലിലേക്ക് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനകത്ത് ചിലപ്പം US-ന്റെ അസറ്റ്സിനോ അങ്ങനെയൊക്കെ വല്ല പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ US-ഉം അതിനകത്തോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ഈ കോൺഫ്ലിക്റ്റിനെ ഇപ്പം നമ്മൾ ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് ആ രീതിയിലേക്ക് പോകാനുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ്. അപ്പോൾ അതിനകത്ത് അമേരിക്ക എന്നുള്ളൊരു രാജ്യത്തെ തൊടാതെ, അമേരിക്കയുടെ അസറ്റ്സിനൊന്നും തൊടാതെ, അമേരിക്കയുടെ റെഡ് ലൈൻസ് ഒന്നും ക്രോസ് ചെയ്യാതെ ഈ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഒരു നെഗോസിയേഷൻ ആണ്. അത് അമേരിക്കയുടെ തന്നെ ഇപ്പോൾ ഓൾറെഡി അമേരിക്ക പറഞ്ഞിട്ടുണ്ട് നെഗോസിയേഷൻ ചെയ്യണമെന്നും ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യണമെന്നും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ ന്യൂക്ലിയർ പദ്ധതി IAEA മറ്റ് ഏജൻസിക്കൊക്കെ തുറന്നു കൊടുക്കുകയും അതിനകത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യത്തിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 സാധ്യതയാണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് വലിയ നഷ്ടങ്ങൾ ഇറാനും ഉണ്ടാവും, അഫ്കോഴ്സ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നഷ്ടം ഉണ്ടാക്കി തന്നെ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നേരത്തെ ശ്രീ അഷ്റഫ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അവർക്ക് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷി ഇപ്പോഴും ഉണ്ട് ഇറാനിന്. അപ്പോൾ അത് എത്ര നാൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഹമാസുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ ഓൾമോസ്റ്റ് 2 വർഷമായിട്ടും ഹമാസ് തിരിച്ചടിക്കുന്ന ആ രീതിയിലല്ലെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ആണ് US-ന്റെ മേജർ ഒരു റോൾ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഈ യുദ്ധം ഇപ്പോൾ അവിടെ അവസാനിക്കും. കാരണം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ അടുത്ത് പറയുകയാണ് ഈ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് തന്നെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെഫിനറ്റ്ലി ഉണ്ട് US-ഉം ഇസ്രായേലും തമ്മിൽ. ഏത് ലെവൽ ഓഫ് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് ഡീഗ്രഡേഷൻ ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റി എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നത്. കാരണം നമുക്കറിയത്തില്ല ഇതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന്. ഫാക്ട്സ് ഓൺലി ഓൺ ഗ്രൗണ്ട് പോയി അവർ ചെക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എൻ്റെയും ഒരു വിശ്വാസം ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു എന്താ പറയുക ഫൂളിഷ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. കാരണം ഇപ്പം ഈ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാതെ തന്നെ ഇസ്രായേൽ ഇത്രയും മാത്രം ഇങ്ങനത്തെ ഒരു ആക്രമണം ചെയ്യാമെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരെണ്ണം ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഒരു ഡിറ്ററൻസ് ആണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇങ്ങനത്തേക്കുള്ള സ്ഥലത്ത് അവരെ ന്യൂക്ലിയർ വെപ്പൺ ഒരു ഡിറ്ററൻസ് ആയിട്ട് തന്നെ കാണും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം യുക്രൈൻ റഷ്യ വാറിൽ തന്നെ, ഇപ്പോൾ യുക്രൈൻ്റെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഇറാനെ സംബന്ധിച്ചോളം പല വർഷങ്ങളായിട്ട് അവർ ഒരു ന്യൂക്ലിയർ വെപ്പൺ എടുക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് ലോകത്ത് മറ്റ് പലരും അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് അഗൈൻ ഞാൻ അടിവരയിട്ട് പറയാണ്, IAEA മറ്റു കാര്യങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം US-നെ സംബന്ധിച്ചോളം അവർ വിചാരിക്കുകയാണ് ഈ ഒരു ഡിഗ്രഡേഷൻ നടന്നു കഴിഞ്ഞു. അതായത് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെയും ന്യൂക്ലിയർ പ്ലാന്റ്സിനെയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ക്യാപ്പബിലിറ്റിയെ ഒക്കെ നമ്മൾ വിചാരിച്ച കണക്കുള്ള ഒരു ഡീഗ്രഡേഷൻ ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ഇനി നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ യുദ്ധം നിൽക്കാൻ ഓക്കെ. സാധ്യത. അതല്ല പക്ഷേ ഈ പറയുന്ന ഒരു രീതിയിൽ extended ഇപ്പോൾ run-ലേക്ക് അമേരിക്കയുടെ പോയിക്കോട്ടെ എന്നുള്ള ഈ പറയുന്ന എൻറിച്ച്ഡ് യുറേനിയം ഒക്കെ ഇരിക്കുന്നത് ഭൂമിക്ക് താഴെ ഏറെ അടിയിലുള്ള ചില കേന്ദ്രങ്ങളിലാണെന്നും അത് തകർക്കാനുള്ള ആയുധശേഷി ഇസ്രായേലിൽ ഇല്ലെന്നും അതിന് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആവശ്യമാണെന്നും ആ ബങ്കർ ബസ്റ്ററിന് വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുകയാണെന്നും അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നതെന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. നമുക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ.